കള്ളവോട്ടുകൾ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള സീസൺ ഒരു പക്ഷേ സീസൺ 6 ആയിരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ ഇപ്പോ കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, ഗ്രാൻഡ് കോൺടോൺ എന്നൊരു ഇന്റർനാഷണൽ ഏജൻസിയാണ് വോട്ട് കൗണ്ടിങ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും കൃത്യമായി സുതാര്യമായി വോട്ട് കൗണ്ട് ചെയ്യുന്ന ഏജൻസിയാണ് അത്. അതുകൊണ്ട് ഓരോ ആഴ്ചത്തെയും വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കാണാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. സ്ക്രീനിൽ ഓരോ ആഴ്ചത്തെയും ടോപ്പ് കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് പേഴ്സണലി ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത ഒരു ഒഫീഷ്യൽ പോളിംഗ് ആണ്. കാരണം സിബിൻ വന്നു പോയ ആഴ്ചകളിൽ ഒന്നും സിബിനെ കാണിച്ചിട്ടില്ല. പുള്ളി ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അൺഒഫീഷ്യൽ പോൾസിൽ ടോപ്പ് വന്നവരൊന്നും അല്ല ഈ പറഞ്ഞ ആഴ്ചകളിൽ ടോപ്പ് വന്നത്. അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ കാണുന്നവർ തന്നെയല്ലേ ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നത്? ഇത് എന്തോന്ന് വേരിയേഷൻ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീതു ഹാട്രിക് അടിക്കുന്നു, അർജുൻ ഡബിൾ ഹാട്രിക് അടിക്കുന്നു. എന്തുവാണിത്? ഇതൊന്നും വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരൊന്നും അല്ല നമ്മള്. ജിൻഡോ കത്തിക്കേറാൻ തുടങ്ങിയ പിന്നെ പുള്ളി താഴെ പോയിട്ടേ ഇല്ല. അതും അൺഒഫീഷ്യൽ പോൾസിൽ അത്രയും വലിയ ലീഡാണ് ജിൻഡോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലാതെ അർജുനുമായിട്ട് ചെറിയ വേരിയേഷൻ ഒന്നും അല്ല. പിന്നെ ജാസ്മിനും നല്ല രീതിയിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതൊന്നും കാണിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇത് അർജുനെ വെളുപ്പിക്കാനായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ടോപ്പ് 3 എവിക്ഷൻ ഡ്രാമ, ഭീകരമായ ഒരു എവിക്ഷൻ ഡ്രാമയായിരുന്നു കേട്ടോ. 3 പേരെ ഒരു കൂടിനകത്താക്കിയിട്ടുള്ള ഒരു കളിയായിരുന്നു. 3 പേരെ എടുത്തോണ്ട് പോയി മല്ലന്മാര് നല്ലപോലെ വട്ടാക്കി നമ്മളെ. എന്നിട്ട് അവസാനം ജാസ്മിനെ എടുത്തോണ്ട് പോയി. രണ്ടാമത് നിൽക്കാൻ ജാസ്മിൻ ഡിസേർവിംഗ് ആയിരുന്നു എന്നെ ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ലാലേട്ടന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജാസ്മിന്റെ ജിൻഡോക്കാക്കയും നിൽക്കണമെന്ന് ആഗ്രഹിച്ച കുറെ ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രേക്ഷകനാണ് ഞാനും. അത്രയ്ക്ക് പ്രതിസന്ധികൾ അകത്തും പുറത്തും നേരിട്ട ഒരാളാണ് ജാസ്മിൻ. നമ്മൾ കുറെ വിമർശിച്ചിട്ടുണ്ട്. അത് ഗെയിമിനോടുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രമാണ്. പേഴ്സണലായിട്ട് ഒന്നും തന്നെ അധിക്ഷേപിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ തേർഡ് കൊടുത്ത് ഇങ്ങനെ ഒതുക്കി വിടേണ്ട ഒരാളല്ല ജാസ്മിൻ എന്ന് ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു. അതും ജാസ്മിന് പകരം സെക്കൻഡ് അടിക്കുന്ന ആള് അത്ര വലിയ കേമനായിരുന്നുവെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വെച്ചേനെ. പക്ഷെ അതൊരു ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ്. സ്വന്തം സ്വഭാവം ഒളിപ്പിച്ചു വെച്ച കണ്ടസ്റ്റന്റ് ആണ്. പുള്ളിയെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ജാസ്മിൻ സ്റ്റേജിൽ വന്നിട്ട് പുള്ളിക്കാരുടെ എല്ലാ കിളിയും പോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഒന്നാമത് നമ്മുടെ ജാഫ്രിക്കയും ജാസ്മിന്റെ സഹോദരൻ പൊന്നുവും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതേ ജാസ്മിൻ ആകെ ഇമോഷണലായി. എനിക്കും ചെറിയ രീതിയിലൊരു ഇമോഷണലായി. ജാസ്മിന്റെ ബ്രദറിനോടുള്ള ഒരു സ്നേഹം കണ്ടിട്ടേ. എന്നാലും ജാസ്മിനോട് ഈ ചെയ്തത് ഒരു വലിയ അനീതിയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എത്ര ഊറ്റിപ്പിഴിഞ്ഞ് കോണ്ടന്റ് TRP ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അവരോട് ഈ പരിപാടി കാണിച്ചത് മഹാ ചെറ്റത്തരമായിപ്പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ലാലേട്ടന്റെ അപ്പുറത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളെ സെക്കൻഡ് റണ്ണറപ്പ് കൊടുത്ത് പുറത്താക്കി. ജാസ്മിനും ഇതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.